സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മക്കള് നാളെ അള്ളാന്റെ കോടതിയിൽ പറയുന്നു, അല്ലാ ഇവര് നല്ലവരായി സ്വർഗത്ത് പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം വാങ്ങിത്തന്നിട്ട് ഞാൻ ഈ പറഞ്ഞ മേറ്ററടക്കം ഈ മക്കള് പറയും ഭക്ഷണം കഴിക്കൂലെന്ന് ഞാൻ വാശി പിടിച്ചപ്പോ ഉമ്മയാണ് ഫോൺ ഓൺ ആക്കി തന്നത് അള്ളാന്റെ മുമ്പിൽ ഇവര് പറയും. അത് പറയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. കിതാബ് ഓണാക്കിയിട്ട് ആള് പറയുന്നല്ലോ, ഇതെന്തൊരു കിതാബാണ്, ചെറിയ നിസാരമായി ഞാൻ കണ്ടതുപോലും ഇതിൽ റെക്കോർഡാണല്ലോ. അല്ലാ വമാ യൽഫഉ മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മക്കളോട് പറയുന്നതും എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഉസ്താദ് വെറുതെ കോമഡി പറഞ്ഞതാണ്. അല്ല, ഈ പറഞ്ഞത് അടക്കം ഇതൊരു വലിയ തെറ്റാണോ? വലിയ തെറ്റാന്നല്ല ഞാൻ പറയും, ഇതുകൊണ്ട് വലിയ തെറ്റ് സംഭവിക്കുന്നു എന്നാ പറഞ്ഞത്. മോനി മൊബൈൽ എടുത്തു കൊട്ട ഉമ്മ നരകത്ത് പോകുന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു വലിയ തെറ്റിലേക്ക് മക്കളെ പ്രേരിപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് വേണ്ട, നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ മക്കൾ അള്ളാഹിനോട് പറയുന്ന, അള്ളാഹുവേ ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണക്കാർ ഇവരാണ്, അതുകൊണ്ട് ഇവർക്ക് ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി അദാബ് കൊടുക്കണേ, ശിക്ഷ കൊടുക്കണേ. ഈ മക്കളും മഹ്ശറയിൽ ആഖിറത്തിൽ ഈ മക്കള് ഖുർറത്ത് ഐനാകുന്നില്ല. വേറെ ഒരു ഉമ്മയും ബാപ്പയും ഉണ്ട് വരുന്നു. ആ ഉമ്മയും ബാപ്പയും അവരുടെ പേരുള്ളത് നരകത്തിന്റെ പേരിലാണ്, ലിസ്റ്റിലാണ്. അവരെ ചാർട്ട് നരകത്തിലേക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അവര് നരകത്തിലേക്കുള്ള ലിസ്റ്റിൽ പെട്ടപ്പോൾ ഖൽബ് തകർന്നു നിൽക്കുമ്പോൾ നരകത്തിലേക്ക് ഒരാള് സന്തോഷത്തോടെ പോകുമോ? ഒരിക്കലുമില്ല. ഇന്നലദൈന അങ്കാലം വജഹീമാ വതഅമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? നമ്മളടുത്ത് കൊളത്തി വലിക്കണ ചങ്ങലയുണ്ട്. മേലെ അണ്ണാക്കൊക്കെ വലിച്ച് തലയോട്ടി വരെ പിളർത്തിയിട്ട്, താടിയെല്ലാം താഴെ അണ്ണാക്കെല്ലാം വലിച്ച് താഴെ നെഞ്ചു വരെ പിളർത്തിയിട്ട്, യുഖദു ബിന്നവാസി വൽ അഖ്ദാം, പെരടിയും മുർദാവെല്ലാം വലിച്ചു കെട്ടി സബാനിയാക്കള് വലിക്കുകയാണ്. ഇന്നലദൈന അങ്കാല, കൊളത്തി വലിക്കണ ചങ്ങല നമ്മൾ അടുക്കലുണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ. മുള്ളുള്ള ഭക്ഷണമുണ്ട്, വഅദാബൻ അലീമാ, വേദനയുള്ള ശിക്ഷയുണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ ഗൗരവമുള്ള നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഉമ്മയെയും ബാപ്പയെയും. അപ്പോഴാണ് മക്കളോടി വരുന്നത്, അപ്പോഴാണ് മകനോടി വരുന്നത്, മകളോടി വരുന്നത്. അവരല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഞങ്ങളെ പേരുള്ളത് സ്വർഗത്തിന്റെ ലിസ്റ്റിലാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് കയറി നോക്കുമ്പോ ഞങ്ങളെ ഉമ്മയും ബാപ്പയും അവിടെയില്ല. 9 മാസക്കാലം വളരെ പ്രയാസത്തോടെ ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ച് മുലയൂട്ടിയ, കാഷ്ടവും മൂത്രവും വൃത്തിയാക്കിയ, ഞങ്ങൾക്ക് ഭക്ഷണം തരാതെ ഭക്ഷണം കഴിക്കാത്ത, ഞങ്ങള് കരഞ്ഞാൽ കരഞ്ഞു പോകുന്ന, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ഉറക്കമൊഴിച്ച ഞങ്ങളുടെ പുന്നായ ഉമ്മയും പ്രിയപ്പെട്ട ബാപ്പയും ഇവര് നരകത്തിന്റെ ലിസ്റ്റിലാണുള്ളത്, സ്വർഗത്തിന്റെ ലിസ്റ്റിലില്ല. അല്ലാഹുവേ അവര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള കാരണം, അവര് നരകത്തിൽ പെട്ടുപോകാനുള്ള കാരണം സുബഹി നഷ്ടപ്പെട്ടതാണെങ്കിൽ, ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 2 വയസ്സ് 2.5 വയസ്സ് 3 വയസ്സുള്ള സമയത്ത് ശ്വാസം മുട്ടുകൊണ്ട് ഞാൻ പ്രയാസപ്പെട്ടപ്പോ, ഉറക്കില്ലാതെ പാതിരാക്കെഴുന്നേറ്റ് ഞാൻ കരഞ്ഞപ്പോ, എന്റെ ബാപ്പയും എന്റെ ഉമ്മയും എന്നെ തോളത്ത് കൈമാറി എടുത്തിട്ട് റൂമിലൂടെയും സിറ്റൗട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കാണ്, ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ താഴെ വെക്കാൻ പറ്റാതെ എടുത്തൂര നടുവൊടിയുന്ന നിലക്കെടുത്ത് നടന്നിട്ട് അവരാകെ സമാധാനത്തോടെ ഒന്ന് കണ്ണടച്ചത് സുബഹി വാങ്കിന്റെ തൊട്ട് മുമ്പാണ്. അതുകൊണ്ട് വാങ്ക് അറിഞ്ഞില്ല, അല്ലാ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. അല്ലാ എന്റെ വാപ്പ പലപ്പോഴും
ദുഹറും അസ്റും ഒക്കെ ഖളായി പോയത്. എനിക്ക് ചികിത്സിക്കാനും എനിക്ക് ഭക്ഷണം നൽകാനും എന്നെ നന്നായി നോക്കാനും ഞങ്ങൾക്ക് സുഭിക്ഷതയ്ക്ക് വേണ്ടി ഓവർ ടൈം പണിയെടുത്തു. നിസ്കരിക്കാൻ കൃത്യസമയത്ത് വാപ്പക്ക് കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും മകനാകുന്ന എന്നെ, മകളാകുന്ന എന്നെ നന്മയുടെ പക്ഷം ചേർത്തി നടത്തിയിട്ട്, ഖൈറിന്റെ വഴിയിൽ എന്നെ പിടിച്ച് നടത്തിയിട്ട്, ദീനിന്റെ വിഷയങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ട്, ബാപ്പക്ക് ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലെങ്കിലും ഓതിയില്ലെങ്കിലും മകനായ ഞാൻ ഖുർആൻ ഓതണമെന്നത് വാപ്പക്ക് വാശിയായിരുന്നു. ഞാൻ വാപ്പ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി സമയം കിട്ടാറില്ലെങ്കിലും മകനായ ഞാൻ തസ്ബീഹ് ചൊല്ലാൻ ഉസ്താദിന്റെ മുതഅല്ലിമീങ്ങളുടെ കൂടെ മഗ്രിബിന് കാമണിക്കൂർ മുമ്പ് പള്ളിയിലെത്തി തസ്ബീഹ് ചൊല്ലണമെന്ന് ബാപ്പക്ക് നല്ല വാശിയായിരുന്നു. ഖൈറിന്റെ വഴിയിൽ സജീവമാക്കി എന്നെ നിലനിർത്തിയതും എന്നെ വളർത്തിയതും, ഞാൻ നന്മയുടെ ഭാഗത്ത് ഓരം ചേർന്ന് നെഞ്ചുറപ്പോടെ നേരിന്റെ പക്ഷത്തു നിന്നതും, ഞാനിപ്പോൾ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എന്റെ പേര് വന്നു ചേർന്നതും ഇതിന് കാരണക്കാരന്റെ ബാപ്പയും ഉമ്മയുമാണ്. അവര് സ്വർഗത്തിന്റെ ലിസ്റ്റിലില്ലാതെ, അവര് ഞങ്ങളെ കൂടെ സ്വർഗത്തിലില്ലാതെ, ഗർഭം ചുമന്ന് പ്രസവിച്ച നൊന്ത് പ്രസവിച്ച ഉമ്മ ഞങ്ങളെ കൂടെ സ്വർഗത്തിലില്ലാതെ, എന്റെ ജന്മത്തിന് കാരണമായ എന്റെ വാപ്പ, എനിക്ക് വേണ്ടി അധ്വാനിച്ച പൊന്നു വാപ്പ, ആ വാപ്പ എന്റെ കൂടെ സ്വർഗത്തിലില്ലാതെ അവര് നരകത്തിൽ കിടക്കുമ്പോ നീ തന്ന സ്വർഗം ഞങ്ങൾക്ക് സന്തോഷമാകൂല അല്ലാ. അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്ത് പോകണമെങ്കിൽ നിന്റെ ഔദാര്യം കൊണ്ട് ആ വലിക്കുന്നതും വലിച്ചിഴക്കപ്പെടുന്നതും എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്. നിന്റെ ഔദാര്യം കൊണ്ട് സബാനിയാക്കളിൽ നിന്ന് കൈപിടുത്തം മാറിയിട്ട് റഹ്മത്തിന്റെ മലക്കുകളിലേക്കൊന്ന് കൊടുത്തിട്ട് അവരെ ഞങ്ങളെ കൂടെ സ്വർഗത്തിലെത്തിക്കുമോ അല്ലാ. നരകത്തിലേക്ക് പോകുന്ന മക്കൾക്ക്, ബാപ്പമാർക്ക്, ഉമ്മമാർക്ക് മക്കളതാ അവരെ സ്വർഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്തു കൊണ്ടുപോകുന്നു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കള് ഖുർറത്ത് അയിനാകണം, മക്കള് നല്ലവരായി വളരണം. ദുനിയാവിലും ആഖിറത്തിലും ആ ഖുർറത്ത് അയിൻ നിലനിൽക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നിർദ്ദേശം പറയാണ്, നല്ല ഉമ്മാനെ കൊടുക്കണം, നല്ല ഉമ്മാനെ കൊടുക്കണം. കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവ് ആലോചിക്കണം, അല്ലാ എന്റെ മോൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മകനാക്കിയിട്ട് എന്റെ മോനെ ഈ പെണ്ണ് വളർത്തിത്തരുവോ, അങ്ങനെ നോക്കിയിട്ട് കല്യാണം കഴിക്കണം. അല്ലാഹു നമ്മളെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരട്ടെ, ഭർത്താക്കന്മാരെയും അല്ലാഹു നന്നാക്കി തരട്ടെ.